അള്ളാഹുവിനെ പൂർണ്ണമായി ആശ്രയിക്കുക എന്നതാണ് സൂഫിയുടെ രണ്ടാമത്തെ ലക്ഷണം. സയ്യിദ് ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി അതാ പറയുന്നത്. ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ഇസ്ലാം പഠിപ്പിച്ച ആദർശം, ദൈവം സമ്പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നത് പോലും നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യമാകുന്ന ദൈവത്തിനാണ്. അല്ലാതെ ആകാശത്തിന്റെ മുകളിലിരിക്കുന്ന ദൈവത്തെ ഇസ്ലാം ഒരിക്കലും ആരാധിക്കാൻ പറയുന്നില്ല എന്ന്. ആകാശത്തിന്റെ മുകളിലിരിക്കുന്ന ദൈവം എന്നുള്ളിടത്ത് പരിശുദ്ധ ഇസ്ലാമിന് അങ്ങനെ ഒരു വാദമല്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഇലാഹ് എന്ന രീതിയിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ഒരു ദാത്ത്, നിർബന്ധതയുടെ, അനിവാര്യതയുടെ എല്ലാ വിശേഷണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയ പരിശുദ്ധ മതം കൃത്യമായി പഠിപ്പിച്ച അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി എന്ന് തുടങ്ങുന്ന 20 അനിവാര്യ വിശേഷണങ്ങളെയും ഇതിൻ്റെ നേരെ എതിർവശത്തുള്ള 20 ഒരിക്കലും സംഭവിക്കാത്ത വിശേഷണങ്ങളും പിന്നെ അനുവദനീയമായ ഫഇലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു എന്ന ജായിസായ വിശേഷണവും ഉൾക്കൊള്ളുന്ന ആ ഒരു ദാത്തിനെയാണ് അള്ളാഹു എന്ന് പറയുന്നത്. ആ ദാത്താകുന്ന അള്ളാഹുവിനെ അനിവാര്യമായി ആശ്രയിച്ച് നിൽക്കുക എന്നതാണ് സൂഫിയുടെ ലക്ഷണത്തിൽ രണ്ടാമതായി ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ് ഇസ്ലാം അങ്ങനെ ഒരു ദൈവത്തെ പഠിപ്പിക്കണില്ല.